വ്യൂവേഴ്സ് എല്ലാവർക്കും നമസ്കാരം. സീരിയൽ മാനിയ വെറൈറ്റി സ്റ്റോറീസിന്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പൊ ഞാൻ എത്തിയിരിക്കുന്നത് ചെമ്പനീർ പൂവ് സീരിയലിന്റെ ഇനി വരുന്ന ഒരു സൂപ്പർ ഹിറ്റ് കഥയും ഒക്കെ ആയിട്ടാണ്. അങ്ങനെതാ നമ്മുടെ സച്ചിയുടെയും രേവതിയുടെയും ആ ഒരു താലി പൂജിക്കൽ ചടങ്ങ് അത് നടത്താനായിട്ട് ഉദ്ദേശിച്ചു വെച്ചിരിക്കുകയാണ്. നമ്മുടെ അച്ഛമ്മയും അതുപോലെ തന്നെ രവിയും കൂടി അതിന് വേണ്ടുന്ന ഒരുക്കങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പം നമ്മുടെ ചന്ദ്രമതി ആണെങ്കിലോ ഇതിപ്പോ ഇതിന്റെ വല്ല ആവശ്യമുണ്ടോ, സുധിയുടെ കല്യാണം കഴിഞ്ഞിട്ട് അവന്റെ താലിപൂജ ചടങ്ങ് നടത്തിയാ പോരെ എന്നൊക്കെ പറഞ്ഞ് ചന്ദ്രമതി അവിടെ നിന്ന് സംസാരിക്കുമ്പോഴത്തേക്കിനും നമ്മുടെ മുത്തശ്ശിയാണെങ്കിലോ അതെ രവി, ഞാൻ പറഞ്ഞ ആ പൊതി ഇങ്ങോട്ട് എടുത്തോണ്ട് വന്നേന്ന് പറയാണ്. അങ്ങനെ രവി എല്ലാ സാധനങ്ങളും നമ്മുടെ അച്ഛമ്മ കൊണ്ടുവന്നതാണ്. ഇതൊക്കെ എടുത്ത് അവിടെ നിരത്തി വെക്കുന്ന സമയത്ത് ഈ സംഭവങ്ങളൊക്കെ കണ്ട് നമ്മുടെ ചന്ദ്രമതിയുടെ കണ്ണ് മിന്നുകയാണ്. എന്റെ ദൈവമേ, ഇത് എന്തുമാത്രം സ്വർണമാണ്, ഇതൊക്കെ ഈ രേവതിക്ക് കൊടുക്കാൻ വേണ്ടി വാങ്ങിക്കൊണ്ട് വന്നതാണോ ദൈവമേ എന്നൊക്കെ പറഞ്ഞ് ചന്ദ്ര ഇങ്ങനെ വിഷമിച്ച് നിൽക്കുകയാണ്. അപ്പം നമ്മുടെ സുധിയാണെങ്കിലോ അമ്മ ഇങ്ങനെയൊക്കെ സ്വർണമൊക്കെ കൊടുക്കുന്ന ചടങ്ങാണോ, അങ്ങനെയാണെങ്കിൽ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് എളുപ്പം തന്നെ ശ്രുതിക്ക് വേണ്ടി ഇങ്ങനൊരു ചടങ്ങ് നടത്തണമെന്ന് പറയുക. അതെ, ആദ്യം നിന്റെയും കല്യാണം നടത്താൻ വേണ്ടിയിട്ട് ഞാൻ ആ പലിശക്കാരൻ്റെ അടുത്ത് ചെന്ന് കയറിയ കടം അത് നീ ഒന്ന് മാറ്റിത്താ, അതിനുശേഷം നമുക്ക് ആലോചിക്കാന്ന് പറയാ ചന്ദ്ര. അങ്ങനെ നമ്മുടെ അച്ഛമ്മയാണെങ്കിലോ രേവതിയോടും സച്ചിയോടും വരാൻ പറയുമ്പോൾ സച്ചിയാണെങ്കിലോ എൻ്റെ അച്ഛമ്മ ഞാനൊരു 10 മണിയാവാതെ ഫ്രീ ആവില്ല, അതുകൊണ്ട് തന്നെ എനിക്ക് ഒരു മുഖ്യമായിട്ടുള്ള ഒരു ഓട്ടം വന്നിട്ടുണ്ട്. ആ ഓട്ടത്തിന് ഞാൻ പോയില്ലെങ്കിൽ എൻ്റെ ഒരു കാര്യവും നടക്കില്ല. അച്ഛമ്മയ്ക്ക് അറിയാമല്ലോ, വണ്ടിയുടെ ഡ്യൂ അടക്കണം, അതുപോലെ തന്നെ വാടക കൊടുക്കണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് ഞാൻ പോയിട്ട് 10 മണിയാകുമ്പോൾ വരാമെന്നും പറഞ്ഞ് സച്ചി അവിടുന്ന് പോയി. പിന്നീടാണെങ്കിലോ നമ്മുടെ രേവതിയുടെ വീട്ടുകാരൊക്കെ വന്നു. അപ്പം അത്യാവശ്യം ഇവരുടെ കുടുംബക്കാരെയൊക്കെ വിളിച്ച് നടത്തുന്ന ഒരു പരിപാടിയാണ്. അതുകൊണ്ട് തന്നെ ദേവും അവളുടെ അമ്മയും ഒക്കെ അങ്ങ് വന്നപ്പോഴത്തേക്കിനും രേവതിക്ക് വലിയ സന്തോഷമൊക്കെ ആയി. എല്ലാവരും വാന്നും പറഞ്ഞ് രേവതി അവരെയൊക്കെ സ്വീകരിച്ചിരുത്തി. ഈ സമയത്താണെങ്കിലോ മോളെ നീ ക്ഷേത്രത്തിൽ പോവുകയാണെന്ന് പറഞ്ഞിട്ട് എന്താ പോകുന്നില്ലേന്ന് ചോദിച്ചു മുത്തശ്ശി നമ്മുടെ രേവതിയോട്. ക്ഷേത്രത്തിൽ പോകാൻ പറഞ്ഞു. അപ്പൊ ചന്ദ്രമതിക്കാണെങ്കിലോ രേവതിയുടെ വീട്ടുകാർ വന്നതൊന്നും തീരെ ഇഷ്ടപ്പെടുന്നില്ല. ചന്ദ്രയ്ക്ക് നല്ല ദേഷ്യമൊക്കെ ഉണ്ട്. അതാണെങ്കിൽ ചന്ദ്രയുടെ മുഖത്ത് ഇങ്ങനെ പ്രകടവുമാണ്. പിന്നീട് നമ്മുടെ രേവതി അച്ഛമ്മ പറഞ്ഞതുപോലെ തന്നെ ക്ഷേത്രത്തിലേക്ക് പോവാണ്. അമ്പലത്തിൽ പോയി തൊഴുത ആ ഒരു സമയത്ത് ഇത്രയും കാലവും താനും സച്ചിയും ഇങ്ങനെയൊക്കെയാണ് ജീവിച്ചത്, ഇനിയെങ്കിലും ഞങ്ങൾക്ക് നല്ലൊരു ജീവിതം കിട്ടണം, അതിനു വേണ്ടിയിട്ട് ഈശ്വര അനുഗ്രഹിക്കണേ എന്നൊക്കെ പറഞ്ഞ് അവൾ പ്രാർത്ഥിച്ചു. മടങ്ങി വരുന്ന സമയത്താണെങ്കിലോ നമ്മളെ കാണിക്കുന്നത് ശ്രുതിയുടെ അമ്മയും ആദിയും കൂടെ വഴിയെ നടന്നു വരികയാണ്. അപ്പം ഇവരെ കണ്ടപാടെ തന്നെ രേവതി ഓടിച്ചെന്നു. അപ്പം ആദിയാണെങ്കിൽ രേവതിയെ കണ്ടു. ആൻറ്റി, രേവതി ആൻറ്റി എന്താ ഇവിടെ? മോനെടാ ആദി, ആൻറ്റിയുടെ വീട് ഇവിടെയാണ്. അല്ല, അമ്മയും ആദ്യം കൂടി എവിടെ പോയിട്ട് വരികയാണ്? മോളെ ഞാൻ പറഞ്ഞില്ലേ എൻ്റെ മോൾ ഈ സിറ്റിയിലാണ് ഉള്ളതെന്ന്, ഞാൻ അവളെ കാണാൻ വേണ്ടി പോയതാണ്. പിന്നെ എന്നെ ഉണ്ട് മോളെ വിശേഷം? സച്ചി സുഖമായിട്ടിരിക്കുന്നോ എന്നൊക്കെ ചോദിക്കുമ്പം സുഖമായിട്ടിരിക്കുകയാണ്. പിന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഇന്ന് നിങ്ങൾ എന്തായാലും എൻ്റെ വീട്ടിൽ വരണം. അവിടെ എൻ്റെയും സച്ചിയുടെയും താലി പൂജിക്കുന്ന ചടങ്ങ് നടക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ ഇന്ന് അവിടെ ഉണ്ടാവണമെന്ന് പറഞ്ഞ് പിടിച്ച പിടിയാലെ തന്നെ ശ്രുതിയുടെ അമ്മയെയും ആദിയെയും കൂട്ടി രേവതി വീട്ടിലെത്തി. അപ്പം വീട്ടിലെത്തിയ പാടെ നമ്മുടെ മുത്തശ്ശിക്കാണെങ്കിലും ഇവരെ കണ്ട് നല്ല പരിചയമുണ്ടല്ലോ, അതുകൊണ്ട് തന്നെ മുത്തശ്ശി സംസാരിക്കുകയാണ്. ചന്ദ്രമതി ആണെങ്കിലോ ശ്രുതിയുടെ അമ്മയെയും അതുപോലെ മൗനയും കണ്ടിട്ട് വലിയ മൈൻഡൊന്നും കൊടുക്കാതെ അങ്ങനെ നിൽക്കുമ്പോഴത്തേക്കിനും അതെ ഇത് അച്ഛമ്മയുടെ നാട്ടുകാരാണ്, ഞങ്ങൾ അവിടെ വെച്ച് കണ്ടുള്ള പരിചയമാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ രേവതി എല്ലാവരെയും പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. അങ്ങനെ അവർ നിൽക്കുന്ന ആ സമയത്താണെങ്കിലോ നമ്മുടെ ആദിക്ക് ഉറക്കം വരികയാണ്. അപ്പം ആദിയോട് രേവതി പറഞ്ഞു, മോനെ ആൻറ്റിയുടെ റൂം അകത്തുണ്ട്, മോനെ അവിടെ പോയി റെസ്റ്റ് എടുത്തോ, അമ്മ കൊച്ചിനെ നോക്കിക്കോണമെന്നും പറഞ്ഞ് നമ്മുടെ ശ്രുതിയുടെ അമ്മയെയും ആദിയെയും കൂടി രേവതിയുടെ റൂമിലാക്കി. അതിനുശേഷം അവരങ്ങനെ നിൽക്കുകയാണ്. അപ്പം സച്ചി വരണമല്ലോ. സച്ചി വരുന്നതിന് മുന്നേ മോളെ ഇതൊക്കെ അങ്ങ് പിടിച്ച് അച്ഛമ്മ നിനക്ക് വേണ്ടി വാങ്ങിയതാണെന്നും പറഞ്ഞ് അച്ഛമ്മ ആ ആഭരണപ്പെട്ടി രേവതിക്ക് കൈമാറുകയാണ്. അപ്പം ഇതൊക്കെ കാണുമ്പോൾ രേവതി പറയുന്നുണ്ട്, എന്താ അച്ഛമ്മ ഇത്, എന്തിനാ ഇപ്പൊ ഇതൊക്കെ ചെയ്യുന്നത്? ഇപ്പൊ തന്നെ അച്ഛമ്മയ്ക്ക് ഒരുപാട് പൈസ കടമായി കാണുമല്ലോ, എനിക്കിതൊന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞ് അവളത് തിരികെ കൊടുക്കാൻ പോകുമ്പോൾ നിന്റെ അച്ഛമ്മയല്ലേ ഞാൻ പറഞ്ഞാൽ നീ കേൾക്കില്ലേ? അതെ
അച്ഛമ്മയുടെ മോള് ഇതൊക്കെ അണിഞ്ഞിട്ട് വേണം ഇന്നത്തെ ഫംഗ്ഷന് പങ്കെടുക്കാനെന്നും പറഞ്ഞ് അച്ഛമ്മ അത് അവളെ ഏൽപ്പിച്ചു. വലിയ സന്തോഷത്തിലായി നമ്മുടെ രേവതി. അങ്ങനെ അവരവിടെ നിൽക്കുന്ന സമയത്താണെങ്കിലോ ശ്രുതിയും അതുപോലെ തന്നെ സുധിയും കൂടി അങ്ങോട്ട് വരികയാണ്. അപ്പം ദാ അച്ഛമ്മ, ഇതാണ് ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന കുട്ടിയെന്നും പറഞ്ഞ് ശ്രുതിയെ വലിയ കാര്യത്തിന് നമ്മുടെ അച്ഛമ്മയ്ക്ക് പരിചയപ്പെടുത്തി കൊടുത്തു. അച്ഛമ്മ മൊത്തത്തിലൊന്ന് ശ്രുതിയെ സ്കാൻ ചെയ്തു. അതിനുശേഷമാണെങ്കിലോ അച്ഛമ്മ പറയുന്നുണ്ട്, എടാ മോനെ, ഇവളെ കണ്ടിട്ട് ഒരു കല്യാണം ഒക്കെ കഴിഞ്ഞതുപോലെയൊക്കെ ഉണ്ടല്ലോ, എന്താണ് ഇത്? നീ കല്യാണം കഴിക്കാൻ പോകുന്ന കുട്ടി തന്നെ അല്ലേ എന്ന് ചോദിക്കുമ്പം എന്താ അച്ഛമ്മ ഇങ്ങനെയൊക്കെ പറയുന്നത്? അതെ, അച്ഛമ്മ വലിയ തമാശക്കാരിയാണ്, നീ ഇതൊന്നും കേട്ട് ഒന്നും വിചാരിക്കരുത് കേട്ടോ എന്നും പറഞ്ഞ് അവളെ ആശ്വസിപ്പിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ അച്ഛമ്മ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ്, ചേടാ ഇവളെ കണ്ടിട്ട് ഒന്ന് പ്രസവിച്ച ലുക്ക് ഉണ്ടല്ലോ എന്ന്. അങ്ങനെ അച്ഛമ്മ ചിന്തിച്ച് നിൽക്കുകയാണ്. ഈ സമയത്താണെങ്കിലോ നമ്മുടെ ശ്രുതിയെ കണ്ട പാടെ തന്നെ ചന്ദ്രമതി ഓടി വരികയാണ്. എൻ്റെ മോളിങ് വന്നോ? ദേ ഇത് കണ്ടോ അമ്മേ, ഇതാണ് എൻ്റെ ശ്രുതിക്ക് വേണ്ടിയിട്ട് ഞാൻ കണ്ടെത്തിയ പെണ്ണെന്നും പറഞ്ഞ് വലിയ കാര്യത്തിന് പരിചയപ്പെടുത്തുമ്പം ഞാൻ കണ്ടായിരുന്നു എന്നും പറഞ്ഞ് അച്ഛമ്മ വലിയ മൈൻഡൊന്നും കൊടുക്കുന്നില്ല. അങ്ങനെ അവരെല്ലാവരും അവിടെ നിൽക്കുമ്പോഴത്തേക്കിനും, അല്ല മോളെ, സമയാവാറായി, നീ എളുപ്പം പോയി ഒരുങ്ങിക്കേ, അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഈ മോള് നിന്നെയൊക്കെ മേക്ക് ഓവറോ എന്തോ ഒരു സംഭവമൊക്കെ ചെയ്തതാണല്ലോ ചന്ദ്ര എന്ന് പറയുമ്പോൾ ഇവള് നന്നായിട്ട് മേക്കപ്പ് ചെയ്യും, എന്നാ ഒരു കാര്യം ചെയ്യും, രേവതിയെ നല്ലതുപോലെ ഒരുക്കി ഇങ്ങോട്ട് കൊണ്ടുപോകാന്ന് പറയാണ്. അങ്ങനെ അച്ഛമ്മ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ശ്രുതിയാണെങ്കിലും രേവതി ഒരുക്കാന്ന് പറഞ്ഞു. അപ്പം രേവതി ആണെങ്കിൽ അവരുടെ റൂമിൽ പോയി നോക്കുമ്പം ആദ്യം മുത്തശ്ശി നല്ല ഉറക്കമാണ്. അപ്പം അവരെ ശല്യപ്പെടുത്തണ്ടെന്ന് വിചാരിച്ചിട്ട് അവളാണെങ്കിൽ അപ്പുറത്ത് ചന്ദ്രമതിയുടെ റൂമിൽ കയറി. അച്ഛമ്മയാണെങ്കിലോ അവൾക്ക് വേണ്ടുന്ന സാരിയൊക്കെ എടുത്തു കൊടുത്തു. അങ്ങനെ നല്ല സൂപ്പറായിട്ട്, ശരിക്കും പറഞ്ഞാൽ നല്ല ഐശ്വര്യത്തോടു കൂടി നമ്മുടെ രേവതി ഇങ്ങ് ഒരുങ്ങി ഇറങ്ങുകയാണ്. അപ്പം ഈ സമയത്താണെങ്കിലോ നമ്മുടെ സച്ചി ഓട്ടവും കഴിഞ്ഞു വന്നു. സച്ചിയോട് അച്ഛമ്മ പറഞ്ഞു, മോനെ എളുപ്പം പോയി നീ ഈ ഷർട്ടൊക്കെ മാറിക്കേ, ദേ അച്ഛമ്മ വാങ്ങി തന്ന ആ ഡ്രസ്സ് കിട്ടണ്ട, ഇങ്ങോട്ട് വാന്നും പറഞ്ഞ് അച്ഛമ്മ അവനെ പറഞ്ഞു വിടുമ്പോഴാണ് സച്ചി ആ കാഴ്ച കാണുന്നത്. അതിമനോഹരമായി അവൻ്റെ ഭാര്യ ഇങ്ങനെ നടന്നു വരുന്ന കാഴ്ച, അതും ഒരുപാട് സ്വർണ്ണമൊക്കെ അണിഞ്ഞ് ആ കല്യാണത്തിന് എങ്ങനെയാണോ ഒരുങ്ങി വന്നത് അതുപോലെ വരുമ്പോഴത്തേക്കിനും നമ്മുടെ സച്ചിക്ക് ഒരുപാട് സന്തോഷമായി. സച്ചി കണ്ണെടുക്കാതെ രേവതി ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. ഇതൊക്കെ കാണുമ്പോൾ രേവതിക്ക് ഭയങ്കര നാണം വന്നു കേട്ടോ. ഈ മനുഷ്യൻ എന്താ ഇങ്ങനെയൊക്കെ നോക്കുന്നതെന്ന് ആലോചിച്ചിട്ട് അവൾ ചെറിയൊരു പുഞ്ചിരിയോടുകൂടി അവിടെ ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്കിനും, ഇനി മതി മതി, നോക്കിയതൊക്കെ മതി, എളുപ്പം പോയി ഷർട്ട് മാറി വന്നേന്നും പറഞ്ഞ് നമ്മുടെ അച്ഛമ്മ സച്ചി അങ്ങ് പറഞ്ഞു വിടുകയാണ്. പിന്നീടാണെങ്കിലോ സച്ചിത ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് വന്നു. അതിനുശേഷമാണെങ്കിൽ ശ്രുതിയുടെ അമ്മ അവര് ആ റൂമിന് വെളിയിലേക്ക് വരുമ്പോഴത്തേക്കിനും ശ്രുതിയെ കണ്ടു. ശ്രുതിയാണെങ്കിൽ ഇവരെന്താ ഇവിടെ എന്നുള്ള രീതിയിൽ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുമ്പോഴത്തേക്കിനും നമ്മുടെ ആ അമ്മയാണെങ്കിലോ അപ്പുറത്ത് അടുക്കള വരാന്തയിലേക്ക് പോവുകയാണ്. അപ്പം അവരുടെ പിന്നാലെ ചെന്ന് ശ്രുതി ചോദിക്കുകയാണ്, അല്ല നിങ്ങളെന്താ ഇവിടെ, നിങ്ങളിത് എൻ്റെ ജീവിതം തകർക്കാൻ വേണ്ടി വന്നതല്ലേ എന്ന് ചോദിച്ച് ആ അമ്മയുടെ നേരെ ദേഷ്യപ്പെടുകയാണ്. എൻ്റെ മോളെ എനിക്കറിയില്ല, ഞാൻ പറഞ്ഞില്ലേ നാട്ടിൽ വെച്ചൊരു കൊച്ചിനെ പരിചയപ്പെട്ടെന്ന്, അത് ഈ രേവതിയാണ്, അവളാണ് ഈ ചടങ്ങിന് ഞങ്ങളെ കൂട്ടിക്കൊണ്ട് വന്നത്. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? എടി മോളെ, ഞാൻ മാത്രമല്ല ഉള്ളത്, ആദ്യം ഉണ്ട്, ആദ്യം റൂമിലാണെന്നൊക്കെ പറയുമ്പം ദയവ് ചെയ്ത് എന്തെങ്കിലും പറഞ്ഞ് നിങ്ങൾ രണ്ടുപേരും ഇവിടുന്ന് പോകണമെന്നും പറഞ്ഞ് നമ്മുടെ ശ്രുതിയാണെങ്കിൽ ഭയങ്കര ബഹളം വെക്കാൻ തുടങ്ങി. ഞാൻ എങ്ങനെയെങ്കിലും സിറ്റുവേഷൻ മാനേജ് ചെയ്തോളാന്നും പറഞ്ഞ് ആ അമ്മ അങ്ങോട്ട് പോവുകയാണ്. പിന്നീട് നമ്മുടെ സച്ചി ഒരുങ്ങി വന്നു. അങ്ങനെ അച്ഛമ്മയും രവിയും ഒക്കെ കൂടി അവർക്ക് ചെയ്യേണ്ടുന്ന എല്ലാ ചടങ്ങുകളും ചെയ്യുകയാണ്. ഈ ചടങ്ങുകളൊക്കെ ഗംഭീരമായിട്ട് നടക്കുമ്പോഴാണ് നമ്മുടെ സച്ചി ശ്രുതിയെ കാണുന്നത്. അല്ല ഇവൾക്ക് എന്താ ഇവിടെ കാര്യം? ഇവളെ ഞാൻ എവിടെയോ വെച്ച് കണ്ടിട്ടുണ്ടല്ലോ. അപ്പൊ സച്ചി ഇങ്ങനെ ആലോചിച്ചു, ശരിയാണ്, നമ്മുടെ ശ്രുതി ആശുപത്രി കിടന്ന സമയത്ത് ശ്രുതിയായിട്ട് ചെറുതായിട്ടൊന്ന് ഉടക്കിയായിരുന്നല്ലോ. ഈ കാര്യങ്ങളൊക്കെ അവൻ ഇങ്ങനെ ആലോചിക്കുകയാണ്. അങ്ങനെ ആലോചിച്ച് നിൽക്കുമ്പോഴത്തേക്കിനും നമ്മുടെ സച്ചി പറയാണ്, ഈ ഫ്രോഡിന് എന്താ ഇവിടെ കാര്യമൊന്നും പറഞ്ഞ് അവൻ ദേഷ്യപ്പെടുമ്പോഴത്തേക്കിനും, എടാ നീ മര്യാദക്ക് സംസാരിക്കണമെന്നും പറഞ്ഞ് ശ്രുതിയാണെങ്കിലോ സച്ചിയോട് ദേഷ്യപ്പെട്ടു. സച്ചി പറയുന്നുണ്ട്, അതെ ഇവളുടെ സ്വഭാവം നിനക്കറിയില്ലല്ലോ. അല്ല ഞാൻ ഇവളെ പറഞ്ഞപ്പോൾ എന്തിനാ നീ സംസാരിക്കുന്നത്? എടാ അവള് നിന്റെ ചേച്ചിയായിട്ട് വരാൻ പോകുന്നവളാണ് എന്നും പറഞ്ഞ് ഇവളെയാണ് ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്നത് എന്നുള്ള കാര്യവും കൂടെ ശ്രുതി പറഞ്ഞു. ഇത് കേട്ടതും സച്ചി അങ്ങ് പൊട്ടിച്ചിരിക്കുകയാണ്. എൻ്റെ ദൈവമേ, എന്ത് വലിയ കോമഡിയാണ്! ദാ ഉടായ്പും കൂടി ചേരാൻ പോകുന്നു. നിനക്ക് പറ്റിയ പെണ്ണ് തന്നെയാണ്, നീ എന്തായാലും ഇവളെ വിട്ടുകളയണ്ടെന്ന് പറഞ്ഞ് സച്ചി കളിയാക്കുകയാണ്. അപ്പൊ രവി പറയുന്നുണ്ട്, എടാ സച്ചി ചുമ്മാ കളിയാക്കാതെ അവിടെ അടങ്ങിയിരിക്കുമെന്ന് പറഞ്ഞപ്പോഴത്തേക്കിനും നമ്മുടെ സച്ചി അവിടെ ഒരു നിമിഷം മിണ്ടാതെ ഇരുന്നു.
അങ്ങനെ ആ ഒരു സീൻ കഴിയുമ്പോഴാണെങ്കിലോ നമ്മുടെ ശ്രുതിയുടെ മകനാണെങ്കിലോ ഉറക്കത്തിലായിരുന്നല്ലോ. അവൻ ആ ഉറക്കമൊക്കെ ഉണർന്നു പതിയെ കണ്ണൊക്കെ തിരുമ്പി ഇങ്ങ് വരികയാണ്. അവൻ വന്ന പാടെ തന്നെ കാണുന്നത് നമ്മുടെ ശ്രുതിയെയാണ്. അപ്പൊ ചേച്ചി എന്നും പറഞ്ഞ് ശ്രുതിയെ വിളിക്കുമ്പോഴത്തേക്കിനും ശ്രുതി കിടുകിടാ വിറച്ചു. ഇനിയിപ്പോ എന്ത് ചെയ്യും ഈ ചെറുക്കനെങ്ങാനും, എൻ്റെ ദൈവമേ, ഇനി ഇവൻ ഞാനുമായിട്ടുള്ള ബന്ധം എങ്ങാനും പറഞ്ഞാല് ഇന്നത്തോടുകൂടി ഈ ബന്ധം ഇവിടെ അവസാനിക്കുമെന്നും പറഞ്ഞ് അവളിങ്ങനെ പേടിച്ച് വിറച്ച് നിൽക്കുമ്പോഴത്തേക്കിനും ഉടനെ തന്നെ സച്ചി ചോദിക്കുക, അല്ല ഇതെന്താണ്, ആദിക്കുട്ടൻ എന്തിനാണ് ശ്രുതിയെ ചേച്ചി എന്ന് വിളിക്കുന്നത്? അപ്പൊ പെട്ടെന്ന് തന്നെ നമ്മുടെ ശ്രുതിയുടെ അമ്മ ഒരു ബുദ്ധി പ്രയോഗിക്കുകയാണ്. അതേപോലെ ഇവിടെ എല്ലാ ചേച്ചിമാരും ഉണ്ട്. ദാ നോക്ക്, മോന്റെ രേവതി ചേച്ചി നിൽക്കുന്നത് കണ്ടില്ലേ? അതുപോലെ തന്നെ ദാ അപ്പുറം നിൽക്കുന്നത് ദേവു ചേച്ചി, രേവതി ചേച്ചിയുടെ അനിയത്തിയാണ് എന്നും പറഞ്ഞ് ഇങ്ങനെ സംസാരിക്കുകയാണ്. അങ്ങനെ ആ ഒരു സീനില് നമ്മുടെ ശ്രുതി ശരിക്കും വരണ്ട നിൽക്കുന്നത് കാണിക്കുകയാണ്. അപ്പം അത്തരത്തിലുള്ളൊരു വിശേഷമൊക്കെ ഇനി വരികയാണ്. നല്ല സൂപ്പറായിട്ടുള്ള ഒരു എപ്പിസോഡാണ് കേട്ടോ. അപ്പം എല്ലാവരും കാണുക, മിസ് ചെയ്യരുത്. എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസമൊക്കെ ആശംസിച്ചുകൊണ്ട് നമ്മളിന്ന് വൈൻഡപ്പ് ചെയ്യാണ്.